ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപുളി കിച്ചണിലേക്ക് സ്വാഗതം. ബിസ്ക്കറ്റ് ഉണ്ടോ എങ്കിൽ ഇപ്പോൾ തന്നെ ഇത് തയ്യാറാക്കി നോക്കൂ. ഇന്ന് വെറും 3 ചേരുവകൾ കൊണ്ട് മാത്രം യൂസ് ചെയ്ത് ഞാനൊരു ചോക്ലേറ്റ് ട്രഫിൾസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ കുടംപുളി കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം മാരിയുടെ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇവിടെ ഞാൻ മാരിയുടെ ബിസ്ക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ടിൻ മിൽക്ക് മെയ്ഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ബോൾസുകളാക്കി എടുക്കാം. ഞാൻ ഇവിടെ കയ്യിൽ കുറച്ച് ബട്ടർ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ഇവിടെ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ബോളാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും ചെറിയതാക്കി വെക്കണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോൾസ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു വലിപ്പത്തിൽ ബോൾസ് തയ്യാറാക്കിയപ്പോൾ 16 എണ്ണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെറുതാണെങ്കിൽ ഇച്ചിരി ബോൾസ് കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്തത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ചോക്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം കുക്കിംഗ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഓവനിൽ വെച്ചാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കിത് ഓവനിൽ വെക്കാം. ഇവിടെ ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോളാക്കി വെച്ചേക്കുന്നത് ഇതിലോട്ട് ഡിപ്പ് ചെയ്ത് എടുക്കാം. ഇവിടെ ഞാനിത് ഫുള്ള് ചോക്ലേറ്റ് നല്ല രീതിയിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ ബോളും ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം ഇത് തണുത്തൊന്ന് സെറ്റായതിന് ശേഷം അതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന എഡ്ജസൊക്കെ നമുക്ക് ഒടിച്ച് മാറ്റി അത് ബോളിൻ്റെ ഷേപ്പിൽ തന്നെ എടുക്കാം. ഇപ്പോൾ നമ്മുടെ ട്രഫിൾസ് ഇവിടെ തണുത്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇവിടെ ഞാൻ കപ്പ് കേക്കിന് യൂസ് ചെയ്യുന്ന ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ എൻ്റെ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന എഡ്ജസൊക്കെ നല്ലതായിട്ട് അതൊക്കെ മാറ്റിയിട്ട് നല്ല ബോൾ ഷേപ്പിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഫീല് കിട്ടുകയും ചെയ്യും. നമുക്ക് ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ തയ്യാറാക്കിയതെന്ന് ആർക്കും തോന്നത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബാക്കിയിരിക്കുന്ന ചോക്ലേറ്റ് ഒന്നുകൂടെ ഒന്ന് മെൽറ്റാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ കടകളിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇതല്ലാതെ നമുക്ക് കഴിക്കാവുന്നതാണ്.
അങ്ങനെ നമ്മുടെ ട്രഫിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ കുടംപുളി കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.